മാധ്യമങ്ങളിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാവൂ? രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ, രേഖ കാണിച്ചോട്ടെ. ഈ ആരോപണത്തിന് തെളിവുണ്ടല്ലോ എന്ന് അതിനുത്തരം പറയാൻ പിണറായി ചോദിച്ചത് പണ്ട് ക്രൈം നന്ദകുമാർ കൊണ്ടുവന്ന ഒരു ഉണ്ടയില്ല വെടി കമല ഇന്റർനാഷണലിനെ കുറിച്ചാണ്. സാർ നമസ്കാരം. നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളെക്കുറിച്ചുള്ള അഴിമതി ആരോപണ കഥകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ കഥകൾ ഒക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. CMRL എന്ന കമ്പനിയിൽ നിന്നും തൻ്റെ കടലാസ് കമ്പനിയായ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് കോടികളാണ് അവർ വാങ്ങിയിരിക്കുന്നത്. അത് യാതൊരു തരത്തിലും സേവനം ചെയ്യാതെയാണ് ഈ പണം വാങ്ങിയെന്ന് CMRL കർത്തയും പറഞ്ഞിരിക്കുന്നു. ഇതിന് പുറമെ, അതായത് എക്സാലോജിക് എന്ന കടലാസ് കമ്പനിക്ക് പുറമെ അവർക്ക് മറ്റൊരു കമ്പനിയുണ്ട്, ലാക്കർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി കൂടിയുണ്ട്, കോഴിക്കോട് ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത കമ്പനി. ഈ കമ്പനിയെക്കുറിച്ച് ഇന്നലെ മാധ്യമങ്ങൾ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇത് മാധ്യമ സൃഷ്ടിയല്ലേ എന്നാണ് ചോദിച്ചത്. എന്നാൽ ഇന്ന് മലയാളത്തിലെ ഒരു പ്രമുഖ ഓൺലൈൻ ചാനലിൽ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, പണ്ട് നന്ദകുമാർ എന്ന, അതായത് ക്രൈം നന്ദകുമാർ എന്ന മാധ്യമപ്രവർത്തകൻ ഒരു ഉണ്ടയില്ലാ വെടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു കമ്പനി പിണറായി വിജയനുണ്ട് എന്ന് തന്നെ. അതായത് പണ്ട് ക്രൈം നന്ദകുമാർ ഈ കമല ഇന്റർനാഷണൽ എന്ന കമ്പനി പിണറായി വിജയനുണ്ട് എന്ന് പറഞ്ഞത് ഒരു ഉണ്ടയില്ലാത്ത വെടിയാണ് എന്നാണ് ആ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു വെച്ചത്. സാർ, എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള ഈ പിണറായി വിജയൻ്റെ നിരവധി അഴിമതി കേസുകൾക്ക് പുറകെ പോവുകയും സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് എത്തിക്കുകയും ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ പലപ്പോഴും നേര് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ പലകുറി ഭരണവർഗത്തിൻ്റെ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാൾ കൂടിയാണ്. പാതിരാത്രി പോലും വീട്ടിലെത്തി അറസ്റ്റ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാർ. അതിൻ്റെ പേരിൽ താങ്കൾ ജയിലിലും കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും അന്വേഷണാത്മക മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി താങ്കൾ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ആ പരമപ്രധാനമായ വാർത്ത. അതിൽ കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു കമ്പനിയെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു മാധ്യമം പറയുന്നു അത് ഉണ്ടയില്ലാ വെടിയാണ് പൊട്ടിച്ചത്, കമല ഇന്റർനാഷണൽ എന്നൊരു കമ്പനി പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിൽ പിണറായി വിജയൻ സംസാരിച്ചു എന്ന്. സാർ, ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്? സത്യാവസ്ഥ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി അതൊന്ന് വ്യക്തമാക്കുക. അതിൽ പിണറായി വിജയൻ പറഞ്ഞത് ഇന്നലെ വന്ന വാർത്ത സത്യമല്ല, മുമ്പ് കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയെക്കുറിച്ച് വന്ന പോലെയാണോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് കമൻ്റായിട്ട് അദ്ദേഹം എൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ആര് പിണറായി വിജയൻ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ഷാജൻ സ്കറിയ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഉണ്ടയില്ലാ വെടിയാണ് പൊട്ടിച്ചത് എന്നാണ് പറഞ്ഞത്. ഷാജൻ സ്കറിയോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. ഷാജൻ സ്കറിയുടെ വാർത്തകളൊക്കെ ഇങ്ങനെ ഉണ്ടയില്ലാത്ത വെടികളാണ് പൊട്ടിക്കാറുള്ളത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കൊണ്ടുവരുന്ന വാർത്തകൾക്കെല്ലാം അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ് പുറത്ത് കൊണ്ടുവരാറ്. അതായത് 2005 ഫെബ്രുവരി മാസത്തിൽ ക്രൈമിൻ്റെ ഓഫീസ് കത്തിക്കാൻ വന്ന മുഹമ്മദ് റിയാസും സംഘവും അവിടെ നിന്ന് തപ്പിയെടുത്ത് ലാവ്ലിൻ കേസിൻ്റെ രേഖകളും കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളുമാണ്. ഈ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ സിംഗപ്പൂരിലെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് 75 കോടി രൂപ കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിൻ കമ്പനി അയച്ചത്, ട്രാൻസ്ഫർ ചെയ്തത്. ഏത് പണമാണെന്ന് അറിയാമോ? മലബാർ ക്യാൻസർ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി 98.3 കോടി രൂപ കനേഡിയയിൽ നിന്ന്, കനഡ ഗവൺമെൻറ് അടക്കമുള്ള ഏജൻസികളിൽ നിന്നും SNC ലാവ്ലിൻ കളക്ട് ചെയ്ത് സംഭാവനയായി കൊടുക്കാമെന്ന ധാരണ ഉണ്ടായിരുന്നു. അതിൽ 12.25 കോടി രൂപ മാത്രമാണ് നിയമവിരുദ്ധമായി ടെക്നിക്കാലിയ എന്ന് പറയുന്ന ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് വന്നു. ബാക്കി 87 കോടി രൂപ വരേണ്ടതുണ്ട്. ആ 87 കോടി രൂപ വരേണ്ട അതിലേക്ക് 1 രൂപ പോലും ഇവിടേക്ക് വന്നില്ല. പകരം കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് വന്നത്. അതിൻ്റെ രേഖയാണ് അന്ന് മുഹമ്മദ് റിയാസ് എടുത്തുള്ളത്. മുഹമ്മദ് റിയാസ് ആ രേഖ കൊണ്ടുപോയതുകൊണ്ടാണ്, അതേപോലെ പിണറായി വിജയൻ്റെ വിദേശത്തുള്ള ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയത് കൊണ്ടാണ് പിണറായി വിജയൻ്റെ മകളെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുകയും അതേപോലെ കോഴിക്കോട് കോർപ്പറേഷനിലും ലോക്സഭയിലും പിന്നെ ബേപ്പൂരിലൊക്കെ നിർത്തി മത്സരിക്കുകയും മന്ത്രിയാക്കുകയൊക്കെ ചെയ്തത്. അതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണ് ശരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിൽ ഞാനിതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ അവർ ചെയ്തത് എന്താണ്? അവരന്വേഷിച്ചപ്പോൾ സിംഗപ്പൂരിൽ അങ്ങനെ ഒരു കമ്പനി ഇപ്പോൾ നിലവിലില്ല എന്ന് അവർ കണ്ടെത്തി. ഇപ്പോൾ നിലവിലില്ല എന്ന് പറഞ്ഞാൽ പണ്ടില്ല എന്നുള്ളതല്ല പറഞ്ഞത്.
അതേ സമയത്ത് ഇപ്പോൾ എക്സാലോജിക് എന്ന കമ്പനി ഇപ്പോൾ നിലവിലുണ്ടോ? ഇപ്പോൾ എക്സാലോജിക് എന്ന് പറയുന്ന വീണ വിജയന്റെ കമ്പനി അത് നിർത്തലാക്കി. അത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് അവർ കത്ത് നൽകി നിർത്തലാക്കി. ഇതേപോലെ പിണറായി വിജയൻ ഞാൻ ഈ പരാതികളെല്ലാം കൊടുത്ത് പ്രശ്നമായി സിംഗപ്പൂരിലേക്ക് അന്വേഷണം വരുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരത് അവിടെ നിർത്തലാക്കി ആ കമ്പനി ഓഫീസൊക്കെ പൂട്ടി സ്ഥലം വിട്ടു. ഈ അവിടെ ഉണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 75 കോടി രൂപ പസഫിക് കൺട്രോൾസ് എന്ന് പറയുന്ന ദിലീപ് രാഹുൽ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനലിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. ദിലീപ് രാഹുലും വഴിയാണ് പിണറായി വിജയൻ ഈ ലാവ്ലിൻ കമ്പനിയുടെ ഇടപാടുകളിലേക്ക് വന്നത്. കണ്ണൂരിൽ പോയി 2 കോടി രൂപ പിണറായി വിജയന് കൊടുത്തതിൻ്റെ കൃത്യമായ തെളിവാണ് CBI കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് പിണറായി വിജയനെ കൊണ്ടുപോയ 1996 ഒക്ടോബർ മാസത്തിൽ കാനഡയിൽ കൊണ്ടുപോയതും ഈ ദിലീപ് രാഹുലിനായിരുന്നു. അന്ന് മന്ത്രിയായി, വിദ്യുച്ഛക്തി മന്ത്രിയായി. അവിടെ പോയിട്ട് ധാരണയായി 24 കോടി രൂപയ്ക്ക് കൺസൾട്ടൻസി കരാർ മാത്രമുണ്ടായിരുന്ന SNC ലാവ്ലിൻ കമ്പനി ചെങ്കുളം പതിയാർ പള്ളിവാസൽ കമ്പനിക്ക് പദ്ധതികൾക്ക് വേണ്ടി നവീകരണവും പുനരുദ്ധാരണത്തിനു വേണ്ടി 278 കോടി രൂപയ്ക്കാണ് എഗ്രിമെൻ്റ് ഒപ്പിട്ടത്. അതും ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുകയും കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ എന്താ 100.5 കോടി രൂപയ്ക്ക് ഈ 3 പദ്ധതികൾ ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികളുടെ പുനരുദ്ധാരണവും എല്ലാം നവീകരണവും എല്ലാം അടക്കം, അത് എല്ലാ എക്യുപ്മെൻറ്റ്സ് അടക്കം, അതായത് പെൻ പൈപ്പ്സും അതേപോലെ ജനറേറ്റർ അങ്ങനെയുള്ള എല്ലാ സാധന സാമഗ്രികളടക്കം സർവീസ് അടക്കം അവർ ചെയ്യാൻ 100.5 കോടിക്ക് ചെയ്യാന്ന് പറഞ്ഞ ബെല്ല് ഇന്ത്യയിൽ നവരത്ന സ്ഥാപനം. എന്നാൽ അത് അംഗീകരിക്കാതെ പിണറായി വിജയൻ യാതൊരു ടെൻഡറും വിളിക്കാതെ, ആഗോള ടെൻഡർ വിളിക്കാതെ, ഒരു പ്രൊഡക്ഷൻ കമ്പനി പോലും അല്ലാത്ത SNC ലാവ്ലിന് കൊടുത്തതിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. ഇതുപോലെ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് 98.3 കോടി രൂപ വരിക എന്നുള്ള, അതേപോലെ 100 കോടി രൂപയ്ക്ക് പകരം 278 കോടി ആക്കി മാറ്റിയത് വഴി 178 കോടി രൂപ എല്ലാം അതിലധികമായിരുന്നു. പ്ലസ് ഇതിൻ്റെ തവണകളാവുമ്പോൾ ഓരോ തവണയും പണം കംപ്ലീറ്റ് ലോൺ വഴി കിട്ടും. ആ പണത്തിൽ നിന്ന് ഓരോ പാർട്ട് അവിടേക്ക് ആർക്ക് കിട്ടും? അബുദാബിയിൽ കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് പിണറായി വിജയൻ്റെ മകളുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. അതാണ് ഷോൺ ജോർജ് പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിൽ സിംഗപ്പൂരിലേക്ക് പൈസ വന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തമാശയെ തോന്നും പലർക്കും. പക്ഷേ അവിടെ ഫാരിസ് അബൂക്കറിനായിരുന്ന ആ കാലത്ത് മുഹമ്മദ് റിയാസിൻ്റെ അമ്മാവന് നങ്കൾ എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ പിണറായി വിജയനും കുടുംബവും നിരന്തരമായിട്ട് സിംഗപ്പൂരിലേക്ക് പോവുകയും അവിടെ സ്ഥിരമായിട്ട് പോവുക മാത്രമല്ല, അവർക്ക് പോയതിന് പ്രത്യേക സമ്മാനം തന്നെ എയർ ഇന്ത്യ നൽകുകയുണ്ടായി. തുടർച്ചയായ യാത്ര ഇത് തന്നെയാണ് കുടുംബസമേതം പോകുന്നത്. ഇവിടുന്ന് ചെന്നൈ വഴി ഫാരിസ് അബൂക്കറിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നത്. മറ്റൊരു കാര്യം, ഈ അടുത്ത കാലത്ത് KM ഷാജഹാൻ ചെയ്തൊരു വീഡിയോയിൽ പിണറായി വിജയൻ്റെ മകൻ വിവേക് തായ്ക്കണ്ടി 3 വർഷക്കാലം അവിടെ പ്രവർത്തിച്ചിരുന്നു. അവിടെ എന്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത്? കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് വിവേക് തായ്ക്കണ്ടിയായിരുന്നു, അല്ല വേറെ ആരുമല്ല. അപ്പോൾ ഈ കാര്യം ഇത്രയും രേഖകൾ ഇരിക്കെ പിന്നീട് 10 വർഷം കഴിഞ്ഞിട്ട് 1996-97 കാലഘട്ടത്തിൽ ഉണ്ടായ ഈ സംഭവത്തിന് ശേഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ കേസിൽ 2009 വിധി വരുന്നത്. ഈ 2009 വിധി വന്ന ശേഷം 2005 ഞാൻ കൊടുത്ത CBI അന്വേഷണവും അതേപോലെ ഈ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്ന കേന്ദ്ര മന്ത്രാലയം അന്വേഷിക്കുന്നത് എൻ്റെ പരാതിയുമെല്ലാം ലൈവായി നിൽക്കുന്ന സമയത്ത് പിണറായി വിജയൻ എന്ത് ചെയ്തു? കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി പൂട്ടി സ്ഥലം വിട്ടു. അങ്ങനെ ഈ ഏജൻസി, സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി അവിടെ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു കമ്പനി ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എക്സാലോജിക് ഇപ്പോൾ ഇല്ല എന്ന് പറയുന്ന പോലെ അതേ തന്ത്രമാണ് പിണറായി വിജയൻ അവിടെ ഉപയോഗിച്ചത്. ആ പണം തിരിച്ചിട്ട് 75 കോടി രൂപ പിണറായി വിജയൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് വന്ന പണം എവിടേക്ക് മാറ്റി? ദുബായിലെ പസഫിക് കൺട്രോൾസിലേക്ക് മാറ്റി. ഈ പസഫിക് കൺട്രോൾസിൻ്റെ ഉടമയായ ദിലീപ് രാഹുലൻ അവിടെ വലിയ തട്ടിപ്പ് നടത്തി അവസാനം അവിടെ നിന്ന് സ്ഥലം വിട്ടു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം പസഫിക് കൺട്രോൾസിൻ്റെ ഓഫീസിൽ പോയെങ്കിലും അപ്പോഴത്തേക്ക് അവിടെ പോലീസ് കേസ് എടുത്തതിൻ്റെ പേരിൽ അവിടുന്ന് ദിലീപ് രാഹുലൻ മുങ്ങിക്കളഞ്ഞിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയ എവിടെയാണ്? ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. എൻ്റെ ചോദ്യം ഇതാണ്, എന്തിനാണ് പിണറായി വിജയനും കുടുംബവും നിരന്തരമായിട്ട് സിംഗപ്പൂർക്ക് പോയത്? 100-ൽ പരം തവണ പോയി എന്നുള്ളതാണ് അന്ന് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത്, മകൻ എന്തിനാണ് 3 കൊല്ലം അവിടെ വർക്ക് ചെയ്യാൻ പോയത്, അവിടെ താമസിച്ച് വർക്ക് ചെയ്തത്? ഇതിന് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ക്ലിയറായി. അപ്പം ഒരു കമ്പനി ഇപ്പോൾ നിലവിലില്ല എന്ന് പറയുന്ന റിപ്പോർട്ട് വന്നാൽ മുമ്പില്ല എന്നുള്ളതാണോ? ഇതാണ് വസ്തുത എന്നിരിക്കെ ഉണ്ടയില്ല വെടിയെ ഞാൻ വെക്കാറില്ല ഷാജസ്കറിയ, ഞാൻ ഉണ്ടയുള്ള വെടിയെ വെക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്ന വാർത്തയ്ക്കെതിരെ ഇന്നേ വരെ പിണറായി വിജയൻ ഒരു ഡിഫമേഷൻ കേസ് പോലും
ഫയൽ ചെയ്യാത്തത്? ഞാൻ അവരെ കൃത്യമായി രേഖകൾ പ്രകാരം അവരെ ചോദ്യം ചെയ്താൽ എന്തിനാണ് സിംഗപ്പൂരിൽ പിണറായി വിജയൻ നിരന്തരം പോയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. 2, ആ കമ്പനി ഇപ്പോൾ നിലവിലില്ല എന്നുള്ള സംഭവം മാത്രം, മുമ്പുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. 3ാമത്, മകൻ എന്തിനാണ് 3 വർഷം അവിടെ പോയി സിംഗപ്പൂരിൽ പോയി നിന്നത്? ഇത് വസ്തുതകളാണ്, രേഖകളാണ്. ഈ രേഖകൾ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നതിന് പകരം കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഷാജഹാനോട് വെച്ചാൽ ഷാജൻ സ്ക്രിയയ്ക്ക് പറഞ്ഞുതരും. പിന്നെ പിണറായി വിജയൻ എന്ത് ചെയ്തു? ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ ഞാൻ കൊടുത്ത പെറ്റീഷൻ പ്രകാരം ഇതിൽ ഇപ്പോൾ നിലവിലില്ല കമ്പനി എന്ന് പറയുന്ന റിപ്പോർട്ട് വന്നതോടെ പിണറായി വിജയൻ അതിനുള്ള ആർമാദിച്ചു. ഇപ്പോൾ കമ്പനി ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മുമ്പില്ല എന്നുള്ളതല്ലല്ലോ. അപ്പോൾ ഞാൻ അതേപോലെയാണോ എന്ന് ചോദിച്ച് ഇപ്പോഴത്തെ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അതായത് കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെളിവുകൾ സഹിതം കർത്ത മൊഴി കൊടുത്തു എന്നുള്ള വിവരം വന്ന ഉടനെ പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മുമ്പ് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നല്ലോ, കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി, അതാണോ എന്ന് ചോദിച്ച് അദ്ദേഹം അതിനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇന്നത്തെ പത്രങ്ങളിലെല്ലാം വാർത്തകൾ നിറഞ്ഞു നിൽക്കല്ലേ. അപ്പൊ എന്റെ ചോദ്യം, എക്സാലോജിക് എന്നുള്ള കമ്പനി ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഷാജൻ സ്ക്രിയ പറയാം, ഇനിയിപ്പോ എന്താ വെച്ചാൽ എക്സാലോജിക് കമ്പനി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ അവര് തട്ടിപ്പ് നടത്തിയെന്നല്ലേ ഇനി പറയാൻ പോണ? എങ്ങനെയാണ് എക്സാലോജിക് കമ്പനി കേരളത്തിലെ വിലാസമായിട്ട് കൊടുത്തിരിക്കുന്നത് AKG സെൻട്രൽ പാളയം? അതെ, അത് നിലവിലില്ലല്ലോ. അതെ, ഷാജൻ സ്ക്രിയന്റെ മറുപടി പ്രകാരം ഈ രൂപത്തിലുള്ള മറുപടിയാണെങ്കിൽ എക്സാലോജിക് എന്നുള്ള കമ്പനി ഇപ്പൊ നിലവിലില്ലല്ലോ, പിന്നെ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നത് എന്താ? ഉണ്ടയില്ല വെടിയെന്നല്ലേ ആര് പറയാ? ഷാജൻ സ്ക്രിയ പറയാ. കേരളം പോലെ വ്യവസായ സൗഹൃദമല്ലാത്തൊരു സംസ്ഥാനത്തിൽ നിരവധി സ്ഥാപനങ്ങൾ തുടങ്ങുകയും നിരവധി സ്ഥാപനങ്ങൾ പൂട്ടിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കടലാസ് കമ്പനികൾ തട്ടിക്കൂട്ടുന്ന ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, തട്ടിപ്പ് നടത്താൻ വേണ്ടിയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഉണ്ടാക്കുന്ന കമ്പനികളൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ അത് നിർത്തലാക്കും. ഇവിടെ കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ കമ്പനിയെ നന്ദകുമാർ സാർ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഇപ്പോൾ കമ്പനി നിലവിലില്ലാത്തതിൻ്റെ പേരിൽ അത് ഉണ്ടായില്ലാത്ത പടി ആകുന്നില്ലല്ലോ എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ. വേറൊരു കാര്യം കൂടി, എന്റെ എൻഫോഴ്സ്മെന്റ് ഇതിനെ കുറിച്ചിട്ട് എനിക്ക് കേസ് എടുക്കുകയും എന്നെ വിളിപ്പിച്ചിരുന്നു മൊഴി എടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞെന്താ അറിയോ? അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് 75 കോടി അവിടുന്ന് പസഫിക് കൺട്രോൾസിലേക്ക് അയച്ചു, ട്രാൻസ്ഫർ ചെയ്തു. അവസാനം ആ പൈസ നഷ്ടപ്പെട്ടു പിണറായി വിജയനെ. കാരണം ദിലീപ് രാഹുലിനിടയിൽ കേസിൽപ്പെട്ടു, നിരവധി ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയാവുകയും അവിടെ നിന്ന് ദുബായിൽ നിന്ന് മുങ്ങുകയും ഓസ്ട്രേലിയയിൽ പോയി അദ്ദേഹം മുങ്ങിയിരിക്കുകയാണെന്നുള്ള കാര്യം അദ്ദേഹമാണ് എന്നോട് പറയുന്നത്. 75 കോടി കൃത്യമായിട്ട് എൻ്റെ രേഖ മുഹമ്മദ് റിയാസാണ് എൻ്റെ ഓഫീസിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകുന്നത്. അത് കൃത്യമായി കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്നുള്ള പേര് തന്നെ ആയിരുന്നു, അല്ലാതെ വേറെ കമ്പനി വേറെ പേരിലൊന്നുമല്ല. അപ്പം ഒരു കാര്യം പറയുമ്പോൾ എന്നെ പറ്റി പറയുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ കൃത്യമായി ഷാജൻ സ്ക്രിയയ്ക്ക് പറഞ്ഞു തരും. ഞാനൊരു ഇല്ലാത്ത ഒരു കാര്യം ഒരാളെ പറ്റിയും പറയില്ല. സത്യമാണെങ്കിൽ മാത്രമേ ഞാനൊരു വാർത്ത ചെയ്യുള്ളൂ, അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ലാവലിംഗ് കേസ് ഞാൻ കൊണ്ടുവന്നിട്ട് എന്തായി? CBI അവസാനം പിണറായി വിജയനെ പ്രതിയാക്കിയില്ലേ? പിന്നെ വളഞ്ഞ വഴിയിലൂടെ പിണറായി വിജയൻ ഡിസ്ചാർജ് പെറ്റീഷൻ വാങ്ങി രക്ഷപ്പെട്ടെങ്കിലും സുപ്രീം കോടതിയിൽ BJP ഗവൺമെൻറ് സംരക്ഷിക്കുന്നത് കൊണ്ടല്ലേ പിണറായി വിജയൻ ആ കേസ് 8-9 വർഷമായിട്ടും അവിടെ തങ്ങി നിൽക്കുന്നത്? അതല്ലാന്ന് പറയുമോ? ഞാൻ ചോദിക്കട്ടെ, മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വരേണ്ട 98.3 കോടി രൂപ എവിടെ പോയി? അതിന് ഉത്തരം പറയാമോ ഷാജൻ സ്ക്രിയ? 12.25 കോടി രൂപ മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്. ബാക്കി പൈസ 86 കോടി ഇങ്ങോട്ട് വരണം, ബാക്കി വരണം. ആ 86 കോടിയിൽ 75 കോടി രൂപയാണ് സിംഗപ്പൂരിലേക്ക് വന്നത്, കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് വന്നത്. ഇപ്പോൾ ഷാജൻ സ്ക്രിയ ഈ കാര്യത്തിൽ കൂടി ഒന്ന് മറുപടി പറയണം. ഈ പണം എവിടെ പോയി? മലബാർ ക്യാൻസർ സെൻ്ററിന് വേണ്ടിയിട്ട് 98.3 കോടി രൂപയ്ക്ക് ഒരു കരാർ ഉണ്ടായിരുന്നുവോ? ഒന്ന് അന്വേഷിക്കൂ. ഇല്ല, ഞാൻ രേഖ തരാം. മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് കനേഡിയൻ ഗവൺമെൻറ് 98.3 കോടി രൂപ തരാ എന്ന് പറയുന്ന എഗ്രിമെൻറ്റ് ഇല്ലേ? ഷാജൻ സ്ക്രിയയോട് KM ഷാജനോട് ചോദിച്ചാൽ കിട്ടും, അദ്ദേഹം കൃത്യമായി പറഞ്ഞു തരും. ആ പൈസയിൽ 12.25 കോടി രൂപ മാത്രമല്ലേ വന്നത്? ബാക്കി പൈസ എവിടെ? ഒന്ന് ഉത്തരം പറയാമോ ഷാജൻ സ്ക്രിയ? അല്ലെ പിണറായി ഉത്തരം പറഞ്ഞാൽ മതി. പിണറായി പിന്നെ ഒരിക്കൽ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അത് കള്ളക്കേസാണെന്നോ അങ്ങനെ സ്ഥാപനമില്ലെന്നും വളരെ കൃത്യമായി തുറന്ന് കള്ളം മാത്രം പറയുന്ന പിണറായി വിജയന്റെ വാക്ക് കേട്ടിട്ട് നടക്കുന്ന ഒരാളാണോ ഷാജൻ സ്ക്രിയ?